ഞാൻ ഒരു 15 മുമ്പ് കാണാൻ യോജിച്ചാൽ കാണുവാനുള്ള തോഫിക്ക് അത് ഉണ്ടാക്കി തരട്ടെ എന്നുള്ളതാണ് ദുആ ചെയ്യുകയാണ്. ഞാൻ ഉസ്താദ്മാരോട് പറഞ്ഞപ്പോൾ തങ്ങൾ ഞങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, തങ്ങൾ എപ്പം വിളിച്ചാൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. അതേമാതിരി അവരും ഇവിടെ വന്ന് ഇതേ കൂടി യോജിച്ച് രണ്ടു കൂട്ടരും തലപ്പാവുള്ള രണ്ടും തലത്താഴുള്ള എന്തിനാണ് ചീത്ത പറയേണ്ട ആവശ്യം? ഈ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും വിട്ടുപോയില്ല. വാസ്തവത്തിൽ എനിക്ക് വലിയ വ്യസനമുണ്ട്. പട്ടിക്കാട് മർക്കസ് സഖാവ് സുന്നിയുടെ 3 ദിവസം അവിടെ പരിപാടി നടത്തിയപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരപശബ്ദമായിട്ട് വേറൊരു ഭാഗത്തിന് ചീത്ത പറഞ്ഞായിട്ട് ഞാൻ കേൾക്കാൻ സാധിച്ചിട്ടില്ല. അതേ അവസരത്തിൽ എനിക്ക് നെറ്റിൽ കൂടി കേൾക്കാൻ സാധിച്ചത് പട്ടിക്കാട് ജാമ്യ റബിക്കുള്ള വെച്ചിട്ട് ഏബി ഉസ്താദിനെയും മറ്റും വളരെയധികം നിശിതമായിട്ടുള്ള ചീത്തകൾ കേൾക്കാൻ സാധിച്ചത്. എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം? നിങ്ങൾ മുൻനിര നോക്കുങ്ങൾ. ആ പട്ടിക്കാട് ജാമ്യ കോളേജിന്റെ മുൻനിര നോക്കിയാൽ രാഷ്ട്രീയക്കാരും മറ്റുമല്ലാതെ ഒരു സയ്യിദന്മാരെ മുമ്പിൽ ആരെങ്കിലും കാണാനുണ്ടോ? എത്രയോ സയ്യിദന്മാരുണ്ടാവുമല്ലോ, ആരെങ്കിലും സയ്യിദിനെ നിർത്തിയിട്ടുണ്ടോ? അതേപോലെ മർക്കസിന്റെ മീറ്റിംഗിൽ നോക്കുമ്പോൾ മുമ്പിൽ വരിയിലെല്ലാം സയ്യിദന്മാർ അൽഹംദുലില്ലാഹ്. നോളജ് സിറ്റീന്റെ ആ തറക്കല്ലിടുമ്പോൾ 313 നൂല് കോർത്ത മാതിരിയാണ് സയ്യിദന്മാർ നിന്നത്. അതേ രീതിയിൽ ഏപി ഉസ്താദ് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനുണ്ട്, എൻ്റെ കൂടെ വേറെ ആട്ടോക്കയത്തങ്ങളുണ്ട്, മറ്റു സംഘന്മാരുണ്ട്. ഇവരെല്ലാം സയ്യിദന്മാർ ബഹുമാനിക്കുന്നുണ്ട്. അത് അവർക്കറിയാം സയ്യിദന്മാരെ ബഹുമാനിക്കണം എന്നുള്ളത്. ആ രീതിയിൽ ബഹുമാനിക്കുന്നതുകൊണ്ടിട്ട് വാസ്തവത്തിൽ സൈനുലാബ്ദീൻ ബാഫക്കി തങ്ങളെന്ന് അറിയുന്ന മലേഷ്യ എന്നാണ്. ഞാൻ വാസ്തവത്തിൽ മലേഷ്യ പോയി എന്നല്ലാതെ മലേഷ്യ ജനിച്ചതെന്നല്ല, ഇവിടെ തന്നെ ജനിച്ചത്. ഞാൻ കൊയിലാണ്ടിയിലാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് തിരൂരാണ്. അതുകൊണ്ടിട്ട് എൻ്റെ എവിടെ നോക്കിയാലും എൻ്റെ പേര് സൈനുലാബ്ദീൻ ബാഫക്കി തങ്ങൾ മലേഷ്യ. അപ്പോൾ ചില ആൾ എന്നോട് ചോദിക്കുന്നു, മലേഷ്യയിൽ നിന്ന് ഇപ്പോൾ മർക്കസ് മീറ്റിംഗ് വന്നപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ കണ്ട് മലേഷ്യ കണ്ടപ്പോൾ തങ്ങൾ മലേഷ്യക്കാരനാ? അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, അത് മലേഷ്യയിൽ താമസിച്ചതിനാൽ എന്നെ മലേഷ്യയിൽ നിന്ന് അറിയപ്പെടാൻ വേണ്ടി ചെയ്തതല്ലാതെ ഞാൻ മലേഷ്യക്കാരനല്ല, ഞാൻ ഇവിടുത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ എന്നെ ഒരാൾ ബാപ്പയ്ക്ക് തനിക്ക് ഇങ്ങനെ ഒരു മകനുണ്ട് എന്ന് അറിയിച്ചത് ജനങ്ങളുടെ ഇടയിൽ എ പി അബൂബക്കർ മുസ്ലിയാറാണ്. അൽഹംദുലില്ലാഹ്, അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് കൊയിലാണ്ടിയിൽ ലീഗിന്റെ ഇവിടെ ഉണ്ട്. മുമ്പിൽ ഞാൻ പറഞ്ഞത്, ഇന്ന് കൊയിലാണ്ടിയിൽ ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഏത് തങ്ങന്മാർ പേരിട്ടാൻ തിരക്കേടില്ല, ഏതാൾ പേരിട്ടാൻ തിരക്കേടില്ല. എന്നാലും ആ കൊയിലാണ്ടിയിലെങ്കിലും ബാപ്പയ്ക്ക് തങ്ങൾ നഗർന്ന് പേരിട്ടോടെ അതും കൂടി ഇടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഏതെങ്കിലും മക്കളെ ആ സ്റ്റേജിൽ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതും സാധിച്ചിട്ടില്ല. എന്താണ് ഇത്ര ഒരു വർക്കട മുഷ്ടി ഈ ബാപ്പയ്ക്ക് തങ്ങൾ? എനിക്കറിയാം. ഇപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാസ്തവത്തിൽ ലീഗ് ഓഫീസിൽ വെച്ചാ ചെയ്തത്, മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ചിട്ട്. എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല, മറ്റഞ്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തങ്ങളെ പേരിൽ നല്ലൊരു ഫാത്തിഹ ഓതി ചെയ്ത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അള്ളാഹു തആല ആ ഓർമ്മ എപ്പോഴും നിലനിർത്തി തരട്ടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊന്നും ചന്ദ്രികയിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം നല്ല റാഹത്തായിട്ട് ചന്ദ്രിക നല്ല 8 പേജിൽ എല്ലാ ഭാഗങ്ങളും പലരും നല്ല നല്ല വിധമായിട്ട് നല്ല എഴുതി കാണിച്ചിട്ടുണ്ട്. അത് സന്തോഷമുണ്ട്. ഇനി 2 ദിവസമായിട്ട് അങ്ങനെ ഉണ്ട്, അൽഹംദുലില്ലാഹ്. അത് കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇത് കാണാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ബാബയ്ക്ക് തങ്ങളുടെ ഇത്തൊരു അലർജി എന്താണെന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോഴും ഇവരോട് ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഓഫീസിൽ പോയിട്ട് ചില ചോദിക്കാനുണ്ട് എനിക്ക്. ഞാൻ ഇപ്പോൾ ചോദിക്കും. കാരണം എനിക്ക് സന്ദർഭം കിട്ടുമ്പോൾ ചോദിക്കും. ഒരു മാസം മുമ്പിട്ട് 4 മാസം മുമ്പിട്ട് കാസർഗോഡ് വെച്ചിട്ട് ഒരു മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സദസ്സാണ്. അവിടെ 8 നിക്കാഹ് നടക്കുന്നുണ്ട്. 7 നിക്കാഹും എ പി ഉസ്താദിന്റെ ശിക്ഷണത്തിലുള്ള ആൾക്കാരും, 1 നിക്കാഹ് സാദിഖലിയാണ്. 7 നിക്കാഹും എ പി ഉസ്താദിന്റെ ശിക്ഷണത്തിൽ കൊണ്ടായോണ്ടിട്ട് അന്ന് എന്താണ് അറിയില്ല, സാദിഖലി വന്നില്ല. ആ നിക്കാഹ് കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ നല്ല സദസ്സായിരുന്നു. MLA മാരുണ്ടായിരുന്നു, ലീഗിന്റെ എല്ലാ പ്രൗഢമായ എല്ലാ പണക്കാരുണ്ടായിരുന്നു, അവിടുത്തെ എല്ലാ ദേശീയ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് ഇതേമാതിരി എനിക്ക് നിക്കാഹ് ചെയ്യാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ, വേറൊന്നുമില്ല. അപ്പം എല്ലാം തവർക്കിന് വേണ്ടി 2 ഭാഗം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയേണ്ടി പറയൂ. അപ്പം ഞാൻ പറഞ്ഞു, എന്തെന്ന്, ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ലീഗിന്റെ സദസ്സിൽ ഇരുന്നിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള സദസ്സിൽ വിളിച്ചു കൂട്ടിയപ്പോൾ ആ ലീഗാറെ കൂട്ടത്തിൽ ഒന്ന് നിങ്ങളെ കൂട്ടത്തിൽ കൈപിടിച്ച് ഇരിക്കാൻ സാധിച്ചല്ലോ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ
അവരെന്നോട് ചോദിക്കുക എന്താ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? വാസ്തവമാണ്. ഞങ്ങൾ ആരും പിതാവ് മരിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു മുസ്ലിം ലീഗിന്റെ സ്റ്റേജിൽ ഇരുന്നിട്ടില്ല. അതിനെ വൈ വെച്ചിട്ടുമില്ല. എൻ്റെ അനുജൻ സെയ്ദ് അബൂബക്കർ ബാബയ്ക്ക് തങ്ങൾ KMCCന്റെ 30 കൊല്ല പ്രസിഡന്റായിരുന്നു ജിദ്ദയിൽ. അവനെ വിളിക്കുന്നില്ല. അങ്ങനെ പലതും പറയാനുണ്ട്. ഞാൻ കുറ്റം പറയല്ല, ഞങ്ങളുടെ വേദന പറഞ്ഞതാണ്. മുസ്ലിം ലീഗിന്റെ അവർ ഞങ്ങളോട് ബാപ്പയ്ക്ക് തങ്ങളുടെ മക്കളോട് ചെയ്യുന്ന വേദനകൾ മാത്രം പറഞ്ഞതാണ്. അള്ളാഹു താല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിൽ ഇപ്രാവശ്യമെങ്കിലും അവിടെയുള്ള മഹാന്മാരായ നല്ല നല്ല ഉസ്താദന്മാർ ഏതെങ്കിലും ഒന്ന് ഫോണിൽ കൂടിയെങ്കിലും തങ്ങളെന്ന് ആരെങ്കിലും വരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ കഴിവുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്നാലും ഈ ഉസ്താദ് എന്നെങ്കിലും വിളിച്ചല്ലോ. എന്നെ മറ്റുള്ള വിളിച്ച് ആരും വരില്ല. എന്നാൽ എന്നെങ്കിലും വിളിച്ചു കൊണ്ടുപോയി അതിൻ്റെ ഒരു തണലായിട്ട് എന്നെ നിർത്തിക്കൊണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 4 മാസം മുമ്പ് തങ്ങളെ PP മൊയ്തീൻകുട്ടി ഉസ്താദ് മർക്കസിന്റെ പ്രസിഡന്റായിരുന്നു, വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം മരിച്ച ആ ഒഴിവിലേക്ക് ഞങ്ങൾ തങ്ങളെ ഇവിടെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് തങ്ങൾ കബൂൽ ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ കഴിവുള്ളത്? നിങ്ങൾ ബാബയ്ക്ക് തങ്ങളെ മകനെന്നുള്ള കഴിവ് തന്നെ, വേറൊന്നല്ല. അത് മതി. അതുകൊണ്ടിട്ട് ഞാൻ അഹങ്കരിക്കുന്നില്ല. എന്നെക്കാട്ടി എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഞാൻ തങ്ങളെ മണ്ണാമെന്ന് ഞാൻ അഹങ്കരിക്കുന്നില്ല. ഞാൻ വാസ്തവത്തിൽ ഇത്ര നേരം ഇവിടെ ഇരുന്ന് ഉസ്താദിന്റെ ആ ഒരൊറ്റ ദ്വായ എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ വന്നത്. അപ്പോൾ ഉസ്താദ് എന്നെ കൊണ്ടാണ് ദ്വായ ചെയ്യിക്കുന്നത്. ഞാനും ഉസ്താദ് എനിക്ക് വേണ്ടി ദ്വായ ചെയ്തതിന് എനിക്ക് ഉറപ്പാണ്. കാരണം തങ്ങൾ സന്തോഷമായി റാഹത്തായി ബുദ്ധിമുട്ട് കൊടുക്കാതെ ഇവിടെ വന്ന് വരട്ടെ. റാഹത്തായി ഞാൻ ഇന്ന് രാത്രി നാളെ 10 മണിക്ക് 11 മണിക്ക് കോതമംഗലം എന്ന സ്ഥലത്ത് അടിവാരത്ത് ഒരു വലിയൊരു കട ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഉസ്താദോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എപ്പം പോകും? തങ്ങൾക്ക് ഇവിടുത്തെ റാഹത്തായി കിടക്കാം, രാവിലെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അൽഹംദുലില്ലാ. അപ്പം എൻ്റെ ആരോഗ്യം, എനിക്ക് മൂത്രയ്ക്കാൻ വേണ്ടി 3 മണിക്കൂർ മൂത്രയ്ക്കേണ്ട ആള് എനിക്കിപ്പോൾ മൂത്രയ്ക്കേണ്ട ആവശ്യമേ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇനിയും നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ സന്തോഷമാണ്. ഇങ്ങനെ നല്ലത് പറയാൻ ഞാൻ ഒരാളെയും കുറ്റം പറയല്ല. എല്ലാവരും നല്ല റാഹത്തായി സന്തോഷം കഴിയണം. മുസ്ലിം ലീഗർ നന്നാവണം. ഞങ്ങൾ മുസ്ലിം ലീഗാരാണ്. മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ഞങ്ങൾ പങ്കെടുക്കും. വിളിച്ചാൽ പോകും, വിളിച്ചില്ലേ പോവുകയില്ല, ഉറപ്പാ. വിളിച്ചിട്ടങ്ങ് പോകും. അത് ഈ മഹാമാത്രം വിളിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് ദേശീയ കൗൺസിലിലെ ആൾക്കാരുടെ ഉണ്ടല്ലോ, അത് വിളിച്ചാൽ ഇനി ഇവർ പോയി പറയട്ടെ, തങ്ങളെ പോയി ഒന്ന് വിളിച്ചിട്ട് ഞങ്ങൾ വിളിക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ തങ്ങൾ വരുമോ? തീർച്ചയായും വരും. ഈ ഇരിക്കുന്ന ജനങ്ങളടക്കം ഞാൻ കൂട്ടിക്കൊണ്ടുവരാം, ഉറപ്പാ. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുള്ളതായിരിക്കും. കാരണം ഇന്നലെ മലേഷ്യയിൽ നിന്ന് 2 കൂട്ടർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയപ്പടക്കപ്പോൾ അദ്ദേഹം ഒറ്റക്കാണ് പോകുന്നത്. ഞാൻ ഒരു ഫോൺ കോൾ കൊടുത്തിട്ടുള്ളൂ. അവിടെ 100 ആള് നിറഞ്ഞു വന്ന്. അപ്പോൾ എൻ്റെ വാക്ക് കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടിട്ട് മാലിക് സാർ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ എന്നെ ക്ഷണിച്ചോളി. ക്ഷണിച്ചാൽ വരാൻ തയ്യാറാണ്. ഞങ്ങൾ വോട്ട് നിങ്ങൾക്കുണ്ട്, അത് ഉറപ്പാണ്. ഞങ്ങൾ ആയുസ് കാലത്തോളം ഞങ്ങൾ എല്ലാം വോട്ട് നിങ്ങൾക്ക് ചെയ്യും. ഈ സദസ്സും നിങ്ങൾക്കുണ്ടാവും. ആ സദസ്സ് നിങ്ങളിങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ സദസ്സ് അങ്ങനെ ഉണ്ടാകാതിരിക്കുക, അത് ഉറപ്പായിട്ടുണ്ടാവും. അൽഹംദുലില്ലാ. അള്ളാഹു താല നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഉസ്താദ്മാർക്കും സാദത്തുകൾക്കും ഈ വന്ന എല്ലാ ഓരോരുത്തർക്കും എല്ലാ മുറാദുകളും ഉണ്ടാകും. എല്ലാ മുറാദുകളും അള്ളാഹു താല പരിപൂർണ്ണ റാഹത്താക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ ദ്വാരക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഒരു മുസാഫത്ത് ചെയ്യാൻ